ലിബീഷ് ഇപ്പോൾ പ്രദേശത്ത് കാലാവസ്ഥ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ചൂരൽമല മേഖലയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് മഴ പെയ്യുന്ന ഒരു സ്ഥിതി കാണാനുണ്ട്. ഇങ്ങനെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് മഴയുണ്ടാകുന്നു. അത് രക്ഷാപ്രവർത്തകർക്ക് വലിയ ദുഷ്കരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചൂരൽമല ഭാഗത്താണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് മഴ തടസ്സമാകാത്ത ഒരു സാഹചര്യമുണ്ട്. രണ്ട് പ്രദേശവും തമ്മിൽ 4 കിലോമീറ്റർ വ്യത്യാസമാണുള്ളത്. ഇവിടെ നിന്ന് നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പരമാവധി ആളുകളെ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ചൂരൽമലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാനമായ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പുഴ മാർഗം തന്നെ വടം ഉപയോഗിച്ചും എടുത്തുകൊണ്ടുമൊക്കെ അപ്പുറത്തെ ഭാഗത്തേക്ക് മറുകരയിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് പരിക്കേറ്റവരാണെങ്കിലും അല്ലെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഒരു ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചൽ സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും അവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ മഴ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം, മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. ഇപ്പോഴത്തെ മരണസംഖ്യ എന്ന് പറയുന്നത് 176 ഇതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പോഴും പല ആശുപത്രികളിൽ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അടക്കം കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉറ്റവരുടെ ഫോട്ടോയുമായി അടക്കം വന്നുകൊണ്ട് തങ്ങളുടെ ബന്ധുക്കളാണോ, തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ ഇത് എന്ന് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ തിരയുന്ന മനുഷ്യരെ അത് ഉള്ളുലയ്ക്കുന്ന കാഴ്ച തന്നെയാണ്. അത് അത്രയേറെ ഹൃദയഭേദകമായി കൊണ്ട് തന്നെയാണ് വയനാട് ജില്ലാ ആശുപത്രികളടക്കം പല സ്വകാര്യ ആശുപത്രികളുടെ സഹായമടക്കം ഇപ്പോൾ സർക്കാർ തേടുന്നു എന്ന് അറിയുന്നുണ്ട്. അങ്ങനെ പല ആശുപത്രികളിലായി പരിക്കേറ്റവരും ഉറ്റവരും ഒക്കെ ആയിട്ട് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റവരൊക്കെ ആയിട്ട് ചികിത്സ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയേറെ ഹൃദയഭേദകമാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിടുമെന്ന് തന്നെയാണ്. അങ്ങനെയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള പല വിഭാഗക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും വസ്ത്രമായും ഭക്ഷണമായും ഒക്കെ ആൾക്കാർക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മേഘന, അവിടെ പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. അത് പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ആ പ്രദേശവാസികളുടെ ചില പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്രൈസ്തവ സഹോദരന്മാരുടെയും അതുപോലെ തന്നെ ഹിന്ദു ആളുകളുടെയും ബോഡികൾ സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വൻ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ മേപ്പാടി ശ്രീ മാരുമൺ ക്ഷേത്രത്തിൻ്റെ ശ്മശാനത്തിലാണ് ഇതിവിടെ ചെയ്യുന്നത്. അപ്പുറത്ത് CSI പള്ളിയുടെ ശ്മശാനത്തിലാണ് അവരും ഇത് ചെയ്യുന്നത്. മേഘന തുടരുന്നുണ്ട്. മേഘന, സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും സഹകരിച്ച് തന്നെ എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കുകയാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നാണ് അവിടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും സംസ്കാര ചടങ്ങുകൾ നടക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, സുഗമമായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും. അതായത് പ്രദേശത്ത് ദുരന്ത ഭൂമിയിൽ ഈ നടപടിക്രമങ്ങളൊക്കെ, അതായത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുക അല്ലെങ്കിൽ കാണാതായവരെ കണ്ടെടുക്കുക, ഇനി മരിച്ചവരാണെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കൃത്യമായി ഫ്രീസറിൽ സൂക്ഷിക്കാനടക്കം, അല്ലെങ്കിൽ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ അത് ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അവിടെ ചൂരൽമല പ്രദേശത്ത് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ അത് ഇനി ആചാരപ്രകാരവും മത ചടങ്ങുകൾ പ്രകാരവും ചെയ്യേണ്ടവർക്ക് ആ രീതിയിൽ നടത്താനുള്ള സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ ഈ ഉറ്റവർ തിരിച്ചറിഞ്ഞിട്ടുള്ള അവരുടെ ബന്ധുക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ ഈ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു തിരിച്ചറിഞ്ഞവരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 50-നടുത്ത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആൾക്കാരെ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരാണോ ഈ മരിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ വികൃതമായ രീതിയിൽ നിൽക്കുന്ന മൃതദേഹങ്ങളടക്കം ഈ ഒരു കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും അതിദാരുണമായി, അല്ലെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഈ കുന്നും മലയും എത്രത്തോളം വലിയ ആഘാതത്തിലാണ് ഈ മനുഷ്യരുടെ മുകളിലേക്ക്, വീടുകളുടെ മുകളിലേക്ക് പതിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സാഹചര്യം. അല്ലെങ്കിൽ അവിടെ പരിക്കേറ്റവരുടെയും ഈ മൃതശരീരങ്ങൾ അടക്കം കാണുമ്പോൾ അത് അത്രയേറെ ഭയാനകമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് 98 പേരെ ഈ ഒരു കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് ഇതിലും
അതിലും മുകളിലാണ് എന്നുള്ളതാണ്. പലരുടെ ബന്ധുക്കളെ വിളിച്ച് കിട്ടാതെയും പലരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അതിൽ പലർക്കും ഈ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ അടക്കം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പലരെയും ബന്ധുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ ഫോണുകളുടെ അടക്കം ലഭ്യമാകാത്തൊരു സാഹചര്യം, പലരെയും കാണാനില്ലെന്ന് പരാതിപ്പെടുന്നു. അങ്ങനെ കാണാതായവരുടെ കണക്ക് അത് കുറച്ചധികമാണ്. ആ കണക്ക് തന്നെ കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അത് ഇനിയും ഈ കാണാതായവരുടെ എണ്ണവും അല്ലെങ്കിൽ ഉറ്റവരെ തേടിയെത്തുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കളുടെ എണ്ണവും ഒക്കെ എടുക്കുമ്പോൾ അത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഈ വയനാട്ടിൽ നിന്ന് എത്തുന്ന ബന്ധുക്കൾക്കടക്കം കൂടുതൽ ഈ ഒരു തിരിച്ചറിയലിന് വേണ്ടി അടക്കം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇപ്പോൾ മേപ്പാടി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെയായിരുന്നു ഈ മൃതദേഹങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒടുവിൽ ഈ മേപ്പാടിയിലേക്ക് കൂടുതൽ ആൾക്കാർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിനായി മേപ്പാടി ജില്ലാ ആരോഗ്യ കേന്ദ്രം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഈ മൃതദേഹങ്ങളൊക്കെ മാറ്റുകയാണ്. ഏതാനും മൃതദേഹങ്ങളുമായി ഇപ്പോൾ ആംബുലൻസ് ഈ ഒരു ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, പോത്തുങ്കൽ ഭാഗങ്ങളിൽ നിന്ന് ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതായത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി അതിനുശേഷം ചാലിയാറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ അതിർത്തികളിൽ നിന്നും ഈ മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എവിടെയൊക്കെയാണ് ഈ മനുഷ്യർ എത്തിപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മനുഷ്യർ ഒറ്റപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. എന്തായാലും ഇപ്പോൾ സൈനികരുടെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജീവനുള്ളവരെ ആദ്യം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക. അവർക്ക് അതിൽ വൃദ്ധരുണ്ട്, കുഞ്ഞു മക്കളടക്കമുള്ള കുഞ്ഞു കുട്ടികളടക്കമുള്ള ആൾക്കാർ, അവർക്ക് ഉടനടി ചികിത്സ വേണ്ടവർ, അങ്ങനെ ഈ ദുരിതത്തിൽ പേടിച്ച് ഭയന്നു പോയവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവരെ എത്രയും വേഗം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്ന് 15 മൃതദേഹഭാഗങ്ങളാണ് ഇന്ന് മാത്രമായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾപ്പെടും. 4 പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കാണാൻ കിട്ടിയത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയത് എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്നും ഇന്നലെയുമായി 72 മൃതദേഹങ്ങളാണ് ഈ ചാലിയാറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ വിവിധ ഭാഗങ്ങൾ, വയനാട് ജില്ലയുടെയും മലപ്പുറം അതിർത്തിയും ഒക്കെയായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി ഈ മനുഷ്യരുടെ ശരീരങ്ങൾ, വേർപെട്ടുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ, അങ്ങനെ കുഞ്ഞു കുട്ടികളടക്കം ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ കുട്ടികളെ അടക്കം ഈ രക്ഷാപ്രവർത്തകർ തുണിയിൽ പൊതിഞ്ഞ്, നമുക്ക് പറയാൻ തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അങ്ങനെ വളരെ ദാരുണമായി നമ്മൾ ഇവിടെ നിന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ഈ വയനാട് എന്ന ദുരന്ത ഭൂമിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി നമുക്ക് അറിയാത്തവരാണ്, അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് നമുക്ക് മുൻപരിചയമില്ലാത്തവരാണ്. പക്ഷേ അവിടുത്തെ പ്രദേശവാസികൾ, അവിടെ ജനിച്ചു വളർന്നവർ എന്ന് പറയുന്നത്, അവർക്ക് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതീവ നൊമ്പരമാണ്. ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി തന്നെയാണ്. കാരണം അവർക്കാണ് അറിയാവുന്നത് എവിടെയാണ് വീടുകളുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് തങ്ങളുടെ ഉറ്റവരുള്ളത്. അവർ ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗങ്ങളടക്കം പൂർണ്ണമായും ഒലിച്ചുപോയി അവിടെ ഒരു പ്രതലം മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടുകൾ എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടാവുക ഇവർക്ക് തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തകർ ഇത് റോഡ് നിന്ന ഭാഗമാണോ, ഇത് പുഴയുടെ ഭാഗമാണോ എന്നൊക്കെ ചോദിച്ച് ഈ പ്രദേശവാസികളോടാണ് കൃത്യത വരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നു. കുറച്ച് സമയമെടുക്കുമെന്നറിയുന്നു. ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ സാമഗ്രികളും മറ്റും കണ്ണൂർ ജില്ലയിൽ നിന്നും അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബെയിലി പാലം നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഹിറ്റാച്ചിയും JCBയും അടക്കമുള്ളവ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഈ ഒരു മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാവും. അതോടുകൂടി കൂടുതൽ മനുഷ്യരെ കണ്ടെത്താനാകും. അത് ജീവനോടെ കണ്ടെത്താനാകുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്
വരികയാണ്. ഈ കാണാതായവരുടെ കണക്കുകൾ, ഈ കാണാതായവർ 100-ലധികം ഉണ്ട്, 200-നോട് അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കാണാതായവർ ജീവനറ്റ് അല്ലെങ്കിൽ അവർ ജീവനോടെ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമായി, അത് കവളപ്പാറയ്ക്കും മുകളിലായി, പുത്തുമലയ്ക്കും മുകളിലായി കേരളം കണ്ടതിൽ വെച്ചൊരു ഏറ്റവും വലിയൊരു ദുരന്തമായി ഈ ദുരന്തത്തെ അടയാളപ്പെടുത്തേണ്ടി വരും. അത് നമുക്ക് ഏറെ വേദനാജനകം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതിൽ കുറച്ച് രാത്രിയാകുന്നതോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരമാകുന്നതോടുകൂടി തന്നെ കോടമഞ്ഞിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ആ ചൂരന്മല മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. അത് ഈ പുഴയിലെ അടിയൊഴുക്ക് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ പുഴ ഏത് സമയം വേണമെങ്കിലും മലവെള്ളപ്പാച്ചിലുണ്ടാകാനുള്ള സാധ്യതകളടക്കമുണ്ട്. ഈ പുഴ എന്ന് നമ്മൾ പറയുന്ന ഭാഗം പോലും അത് പുഴയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് മുന്നേ ഒരു കൈത്തോടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പിന്നീട് അത് വ്യാപ്തി കൂടി മലവെള്ളപ്പാച്ചിലുണ്ടായി. ഈ ഉരുൾപൊട്ടലിലാണ് ഈ ഒരു പുഴയുടെ ജലാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. അവിടെ വലിയ കുത്തൊഴുക്കുണ്ട്. അതിലൂടെ തന്നെയാണ് അതിസാഹസികമായി ദുഷ്കരമായി ഈ രക്ഷാപ്രവർത്തനം നീണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നതും ഈ ഒരു ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നൊരു മേഖല എന്ന് പറയുന്നതും ചതുപ്പ് നിലമാണ്. അവിടെ രക്ഷാപ്രവർത്തകരടക്കം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചളിയിൽ പൂണ്ടുപോകുന്ന അല്ലെങ്കിൽ വീണുപോകുന്ന കാല് നിലത്തുറയ്ക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ അതായത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശക്തമായ മഴ ഇപ്പോൾ ചൂരൽമലയിൽ പെയ്യുകയാണ്. ഇത് രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പല ഭാഗങ്ങളിലായി പലരെയും, ഇപ്പോൾ നമ്മളെ അടക്കം അവിടുത്തെ ഉറ്റവർ അല്ലെങ്കിൽ ബന്ധുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്, തങ്ങളെ ഉറ്റവരെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു. അവർ അന്വേഷിക്കുന്നു. പക്ഷെ പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പലരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ് ഈ കാണാതായവരുടെ എണ്ണം കൂടുതൽ വർദ്ധിക്കുന്നത്. അത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കണം എന്നുള്ള, അതായത് അങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തന്നെയാണ് കൂടുതൽ ആശ്വാസകരമായി അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. ബെയിലി പാലം നിർമ്മാണം കഴിയുന്നതോടുകൂടി തന്നെ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് കൂടുതൽ ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രീകരിക്കാൻ കഴിയും മുണ്ടക്കൈ ഭാഗത്ത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മരണസംഖ്യ കൂടുന്നത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പല തകർന്നടിഞ്ഞ വീടുകളുടെയും അടിയിൽ നിന്നായി പലരെയും കണ്ടെത്തുന്നു. ഒരു കുടുംബം തന്നെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കുടുംബം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇന്നലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അടക്കം കണ്ട ഒരു ദയനീയമായ കാഴ്ച എന്ന് പറയുന്നത്, തൻ്റെ കുടുംബത്തിലെ 8 പേരെയും നഷ്ടപ്പെട്ട് ഒരു 8 വയസ്സുകാരി കുട്ടി മാത്രം, ഒരു പെൺകുട്ടി മാത്രം ബാക്കിയാകുന്ന ഒരു കാഴ്ച ഈ ഒരു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല അനുഭവങ്ങൾ അല്ലെങ്കിൽ പലരുടെയും കണ്ണുനീർ വീണ ഒരു ഭൂമിയായി ഈ ഒരു വയനാടും മുണ്ടക്കൈയും ചൂരൽമലയും അട്ടമലയും അടക്കമുള്ള മേഖലകൾ മാറുന്നു. അത് ഏറെ അതായത് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴടക്കം അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴടക്കം അത്രയേറെ നിസ്സഹായമായി മാറുന്നു. ഒന്നുമില്ല ബാക്കി അവിടെ, ഒരു പ്രദേശം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ടൗൺ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രമായി അല്ലെങ്കിൽ ഒരു പഴങ്കഥയായി മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് അവിടെ ഒരു അവസ്ഥ പോകുന്നത്. അവിടെ ഉള്ള സ്കൂളുകളടക്കം എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ അവിടെ നടക്കുകയാണ്.